നമസ്കാരം. ഇന്ത്യയുടെ നീക്കത്തിൽ അമേരിക്കയും റഷ്യയും ഞെട്ടി. ഇന്ത്യ യൂറോപ്പ് സഖ്യം എന്ന് പറയപ്പെടുന്ന ലോകത്തിനൊരു തലവേദനയാവുകയാണ്. ലോകം മാറുകയാണ്, അല്ലെങ്കിൽ ലോകക്രമം അത് മാറി മറിയുകയാണ് എന്ന് പറയുന്നതും ശരി. ഇത്രയും കാലം അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ചൈനയ്ക്കും ഒക്കെ പിന്നാലെ ചുറ്റിക്കറങ്ങിയിരുന്ന ആഗോള രാഷ്ട്രീയ രംഗം എന്ന് പറയപ്പെടുന്നത് ഇപ്പോൾ ഇതാ ഇന്ത്യക്ക് ചുറ്റുമായിട്ട് കറങ്ങുകയാണ്. അമേരിക്കയും റഷ്യയും ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യ യൂറോപ്പ് സഖ്യമുണ്ടാകുന്നു. അതൊരു ആഗോള രാഷ്ട്രീയത്തിലെ ഒരു വലിയ വിസ്മയമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. യൂറോപ്യൻ ശക്തികൾ പ്രതിസന്ധിക്കിടയിൽ ഇന്ത്യയെ പ്രതീക്ഷയോടെ നോക്കുകയാണ്. എന്തുകൊണ്ടാണ് യൂറോപ്യൻ യൂണിയൻ ഇന്ത്യയെ തങ്ങളുടെ നാലാം തൂണായി കാണുന്നത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇന്ത്യയെ ചേർത്ത് പിടിക്കുവാൻ അവർ തിരക്ക് കൂട്ടുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഉത്തരം വളരെ ലളിതമാണ്. അവർ പ്രതിസന്ധിയിലാണ്. ഒന്ന്, യുക്രൈനുമായുള്ള യുദ്ധത്തോടെ റഷ്യയുടെ പൈപ്പ് ലൈനുകൾ അടഞ്ഞു. യൂറോപ്പിലെ അടുക്കളകളിൽ തീ പുകഞ്ഞിരുന്ന ആ വില കുറഞ്ഞ ഗ്യാസ് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു. രണ്ട്, ചൈന ലോകത്തിന്റെ ഫാക്ടറിയാണ്. യൂറോപ്പിന്റെ വ്യവസായങ്ങൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം വരുന്ന ചൈനയാകട്ടെ അവരുടെ ഏകാധിപത്യ സ്വഭാവവും രാഷ്ട്രീയ നീക്കങ്ങളും കൊണ്ട് യൂറോപ്പിനെ ഭയപ്പെടുത്തുന്നു. മൂന്ന്, അമേരിക്ക പണ്ടവരെ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കണ്ണുമടച്ച് വിശ്വസിക്കാമായിരുന്ന ഒരു രാജ്യമായിരുന്നു. പക്ഷെ ഇപ്പോൾ അമേരിക്കയുടെ പോക്ക് എന്ന് പറയുന്നത് പ്രവചനാതീതമാണ്. ട്രംപിന്റെ നില പോലും ശരിയല്ല എന്ന് തോന്നുന്നത്. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഇന്ത്യ ഒരു ഫോർത്ത് പോൾ അല്ലെങ്കിൽ നാലാം തൂൺ ആകുന്നത്. ഇന്ത്യയിൽ ജനാധിപത്യമുണ്ട്, സ്ഥിരതയുള്ള സർക്കാരുണ്ട്. ചൈനയെ പോലെ പെട്ടെന്ന് നിലപാട് മാറ്റുന്ന രാജ്യമല്ല ഇന്ത്യ. യൂറോപ്പ് ഇപ്പോൾ പയറ്റുന്നത് ചൈന +1 തന്ത്രമാണ്. അതായത് ചൈനയിലെ ഫാക്ടറികൾക്ക് ഒരു ബദൽ വേണമെങ്കിൽ അത് ഇന്ത്യ മാത്രമാണ് എന്നുള്ളത് അവർക്ക് തന്നെ അറിയാം. ആപ്പിളും സാംസങ്ങും ഇന്ത്യയിലേക്ക് ഉത്പാദനം മാറ്റിയതുപോലെ യൂറോപ്പിലെ വമ്പൻ മെഷീനറി കമ്പനികൾ ഇപ്പോൾ ഇന്ത്യയിലേക്ക് വണ്ടി കയറുകയാണ്. കൂടാതെ $4.5 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയുടേത്. യൂറോപ്പിലെ കമ്പനികൾക്ക് സാധനങ്ങൾ വിൽക്കാൻ ഇന്ത്യയേക്കാൾ വലിയൊരു സ്ഥലം വേറെയില്ല. അമേരിക്ക പറഞ്ഞാലോ റഷ്യ പറഞ്ഞാലോ ഇന്ത്യ നിലപാടുകളിൽ മാറ്റം വരുത്തുകയുമില്ല. അപ്പോൾ ഇന്ത്യ സ്വന്തം താല്പര്യം നോക്കും. ഈ നട്ടലുള്ള നിലപാടാണ് യൂറോപ്പിന് ഇപ്പോൾ ആവശ്യമായിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ആ നിലപാടിനെ അവർ സ്വീകരിക്കും. കടൽ കടന്ന് ഇന്ത്യയെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന പുതിയ റെയിൽ ഷിപ്പിംഗ് ഇടനാഴി അടക്കം വരികയാണ്. ഇത് യാഥാർത്ഥ്യമായാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? ചൈനയുടെ BRI പദ്ധതിയേക്കാൾ വലിയൊരു സാമ്പത്തിക വിപ്ലവത്തിനായിരിക്കും ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഇന്ത്യയിൽ നിന്ന് നേരിട്ട് യൂറോപ്പിലേക്ക് ചരക്ക് കപ്പലുകൾ എത്തുന്ന കാലം വിദൂരമല്ല എന്നുള്ളതാണ് അതിലൂടെ നമ്മൾ അർത്ഥമാക്കുന്നത്. വെറുതെ കച്ചവടം മാത്രമല്ല, നാളെയുടെ ഊർജ്ജമായിട്ടുള്ള ഗ്രീൻ ഹൈഡ്രജന്റെ കാര്യത്തിലും ഇന്ത്യയാണ് യൂറോപ്പ് ആശ്രയിക്കുന്നത്. സോളാർ പാനലുകളും കാറ്റാടി യന്ത്രങ്ങളും നിർമ്മിക്കുവാൻ ഇന്ത്യയുമായിട്ട് കൈകോർത്താൽ റഷ്യയുടെ ഗ്യാസിനെ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുവാൻ തങ്ങൾക്ക് കഴിയുമെന്ന് യൂറോപ്പ് കണക്ക് കൂട്ടുകയും ചെയ്യുന്നു. ഇവിടെയാണ് റഷ്യയൊക്കെ ഞെട്ടിപ്പോകുന്നത്. അമേരിക്ക ഒരു ഭാഗത്ത് ഞെട്ടുന്നു, റഷ്യ ഞെട്ടുന്നത് ഇന്ത്യയുടെ ഈ ഇടപെടലുകൾ കാരണമാണ്. സാങ്കേതിക വിദ്യ കൈമാറുമ്പോൾ യൂറോപ്പ് ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് അത് മോഷ്ടിക്കപ്പെടുന്നു എന്നാണ്. അപ്പൊ ഇവിടെയാണ് ഇന്ത്യയുടെ പ്രസക്തി എന്ന് പറയുന്നത്. ജനാധിപത്യ മൂല്യങ്ങളുള്ള ഭൗതിക സ്വത്തവകാശത്തെ ബഹുമാനിക്കുന്ന ഇന്ത്യയുമായിട്ട് ഇടപെടുമ്പോൾ യൂറോപ്പിന് ആ പേടിയില്ല. ഭാവി ലോകം ഭരിക്കാൻ പോകുന്നത് ഡാറ്റയും ചിപ്പുകളുമാണ്. സെമി കണ്ടക്ടർ നിർമ്മാണത്തിൽ ചൈനയെയും തായ്വാനെയും മാത്രം ആശ്രയിക്കുന്നത് അപകടമാണ് എന്ന് തിരിച്ചറിഞ്ഞ യൂറോപ്പ് ഇന്ത്യയെ ഈ മേഖലയിൽ തന്ത്രപ്രധാനമായിട്ടുള്ള പങ്കാളിയായിട്ട് തന്നെയാണ് കാണുന്നത്. ഇത്തവണത്തെ റിപ്പബ്ലിക് ദിന പരേഡ് അതിന്റെ തെളിവാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം യൂറോപ്പിലെ അല്ലെങ്കിൽ യൂറോപ്യൻ കമ്മീഷനിലെ വമ്പന്മാരാണ് ന്യൂഡൽഹിയിൽ അതിഥികളായി എത്താൻ പോകുന്നത്. ഇതൊരു വെറും സന്ദർശനമല്ല, ഞങ്ങൾ ഇന്ത്യയുടെ കൂടെ ഉണ്ട് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുവാനുള്ള തന്ത്രപരമായിട്ടുള്ള നീക്കമാണിത്. ഇന്ത്യയുടെ സൈനിക കരുത്തും യൂറോപ്പിന്റെ സാങ്കേതിക വിദ്യയും ഒന്നിച്ചാൽ അത് ലോകക്രമത്തെ തന്നെ മാറ്റുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രതിരോധ മേഖലയിൽ ഫ്രാൻസിനെ പോലെയുള്ള രാജ്യങ്ങൾ ഇന്ത്യയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നത് ഇതിന്റെ തെളിവാണ് എന്ന് അറിയുക. യൂറോപ്പിന്റെ $20 ട്രില്യൺ വിപണിയിലേക്ക് ഇന്ത്യൻ IT കമ്പനികൾക്കും ഉൽപ്പന്നങ്ങൾക്കുമൊക്കെ വഴി തുറക്കാൻ പോവുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങളാണ് നമ്മുടെ നാട്ടിൽ സൃഷ്ടിക്കാൻ പോകുന്നത്. ചുരുക്കത്തിൽ ലോകത്തിന്റെ പുതിയ പവർ സെന്റർ അത് എന്ന് പറയുന്നത് ഇന്ത്യയാണ്. യൂറോപ്പ് അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. നമ്മൾ അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ബദൽ ശക്തിയായിട്ട് മാറാൻ പോകുന്ന കാലഘട്ടത്തിൽ എത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ മാറിയിരിക്കുന്നു. പണ്ട് ഇന്ത്യയെ ഒരു വികസന രാജ്യമെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയവർ ഇന്ത്യയുടെ വാതിലിൽ മുട്ടുകയാണ്. ഇത് കേവലം ഭാഗ്യമല്ല, മറിച്ച് നമ്മുടെ രാജ്യം ആർജിച്ചെടുത്ത കരുത്താണ്. നമ്മൾ വെറും ഒരു വിപണിയല്ല, ലോകത്തെ നയിക്കാൻ പോകുന്ന ശക്തിയാണ് എന്ന് യൂറോപ്പ് അടക്കം സമ്മതിച്ചു കഴിഞ്ഞു. അങ്ങനെ ഇന്ത്യയെ അല്ലെങ്കിൽ ഇന്ത്യൻ വിപണിയെ ഇന്ത്യയെ ലക്ഷ്യമിട്ടുകൊണ്ട് എത്തപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു. അപ്പൊ ഇന്ത്യയുടെ ഇടപെടലുകൾ എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ ഇന്ത്യയുടെ നീക്കം എന്ന് പറയപ്പെടുന്ന
അമേരിക്കയാണെങ്കിലും റഷ്യയാണെങ്കിലും ഒരുപോലെ ഞെട്ടിത്തരിക്കുന്ന ഒരു കാലാവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറയാം. കാരണം ഇന്ത്യ യൂറോപ്പ് സഖ്യം എന്ന് പറയപ്പെടുന്നത് അത്രത്തോളം വലിയൊരു സഖ്യമായിട്ട് മാറുന്നു. ലോകത്തിനെ തന്നെ ക്രമീകരിക്കുന്ന തരത്തിലേക്കുള്ള ഒരു സഖ്യമായിട്ട് തീരുന്നു. അങ്ങനെ റഷ്യയ്ക്കും ചൈനയ്ക്കും ഒക്കെ പിന്നാലെ ചുറ്റിക്കറങ്ങിയിരുന്ന ആഗോള രാഷ്ട്രീയ രംഗം എന്ന് പറയപ്പെടുന്നത് ഇപ്പോൾ ഇന്ത്യക്ക് ചുറ്റുമായി കറങ്ങുന്നു എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു.